الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. واعبد ربك حتى يأتيك اليقين. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എന്ന വിശിഷ്ടനായ അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുമായി കടന്നു വന്നു. ആ അനുഗ്രഹങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചു. പകലുകളിൽ നോമ്പനുഷ്ഠിച്ചു, രാത്രി തറാവീഹ് നമസ്കരിച്ചു. നോമ്പും സക്കാത്തും സുന്നത്ത് ആയ നമസ്കാരങ്ങൾ ഉൾപ്പെടെ, ഫർദ് നമസ്കാരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം പരമാവധി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ആ ജീവിതത്തിൽ നമുക്ക് പരമാവധി സന്തോഷം ലഭിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പരിസമാപ്തിയായി ഈദ് അൽ ഫിത്തർ കടന്നു വരികയും ഈദ് അൽ ഫിത്തർ നമസ്കാരത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ വ്യക്തിപരമായി കൊടുത്തു വീട്ടുവാനുള്ള ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഈദ് പെരുന്നാൾ നമസ്കാരം നമ്മൾ വളരെ സന്തോഷകരമായി ഈദ് മുസല്ലകളിൽ അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ താൽക്കാലികമായി വിരാമമായി.
ഇനി ഒരു റമദാൻ കടന്നു വരുന്നത് ഏകദേശം 12 മാസങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ റമദാനിൽ നാം നേടിയെടുത്ത വിശ്വാസപരവും കർമ്മപരവുമായ ചൈതന്യം അടുത്ത ഒരു റമദാൻ വരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയമായ റമദാനിന് ശേഷം എന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ റമദാനിൽ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും പരമാവധി പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിവിന്റെ പരമാവധി ഒരൊറ്റ ജമാഅത്ത് നമസ്കാരം പോലും വിട്ടുപോകാതെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഉൾപ്പെടെ ളുഹറിന് മുമ്പുള്ളതും ളുഹറിന് ശേഷം അസറിന് മുമ്പുള്ളതും മഗ്രിബിനും ശേഷം ഇശാ ജമാഅത്തും തറാവീഹ് നമസ്കാരവും അതേപോലെ തന്നെ ഖുർആൻ പാരായണവുമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളരെയധികം ഇസ്ലാമികമായ ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും പകർത്തുകയും അത് നമ്മുടെ ഇഹപര വിജയത്തിന് അനുഗുണമാക്കി തീർക്കുകയും ചെയ്യുന്ന കഠിനമായ പരിശ്രമത്തിലായിരുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, റമദാൻ നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചൊരു പാഠം, വേണമെങ്കിൽ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വഖത്തുകളിലും നമ്മൾ ജമാഅത്തായി നമസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, തറാവീഹ് പള്ളിയിൽ പോയി ജമാഅത്തായി, അതും 2:30 മണിക്ക് മുതൽ 3:30 വരെയുള്ള എല്ലാ അവരെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോൾ 6 മാസം മുമ്പ്, റമദാനിന് 6 മാസം മുമ്പ് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് റമദാനിലേക്ക് നീ ജീവിതം എത്തിച്ചു തരണമേന്ന്. കാരണം ഈ റമദാനിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു 7 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നമുക്ക് ഓഫർ ചെയ്യുകയാണ്. മാത്രമല്ല, ഒരൊറ്റ ദിവസത്തെ ഒരൊറ്റ രാത്രിയിലെ പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കണക്കാക്കാൻ പറ്റാത്ത 84 വർഷത്തോളം ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ റമദാനിലെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നോമ്പനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗമാണ് പ്രതിഫലം. രാത്രി വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി നമസ്കരിക്കുന്നവർക്കാണ് സ്വർഗമെന്നാണ് പ്രതിഫലമെന്ന് നമ്മളോട്. ഈ സ്വർഗം ലഭിക്കുവാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹുകൾ ഈ ഒരു പ്രതിഫലത്തിന് വേണ്ടി 6 മാസം മുമ്പേ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചേരണമേന്ന്. റമദാനിന് ശേഷം അടുത്ത ഒരു 6 മാസം അവർ ഭയങ്കര പ്രതീക്ഷയോടും പ്രത്യാശയോടും അതേപോലെ തന്നെ മനസ്സിൽ വല്ലാത്ത വെമ്പലോടും കൂടി അവർ പ്രാർത്ഥിച്ചിരുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും, നോമ്പും സക്കാത്തും നമസ്കാരവും റുക്കോവും സുജൂദും, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്നവർ അടുത്തൊരു 6 മാസം പ്രാർത്ഥിച്ചിരുന്നു. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 1 വർഷം മുഴുവനും റമദാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. 6 മാസം മുമ്പ് റമദാനിലേക്ക് എത്തിക്കണമെന്നും അടുത്ത 6 മാസം ഈ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. എന്താണ് ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത്? സ്വർഗത്തിലൊരിടം. അതാണ് എല്ലാ സത്യവിശ്വാസികളുടെയും അങ്ങേയറ്റത്തെ അടങ്ങാത്ത ആഗ്രഹം. പാതിരാവിൻ്റെ നിശബ്ദതയിൽ അവൻ കണ്ണീരോടുകൂടി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലൊരിടം നൽകണമേ റബ്ബേ എന്നാണ്. വന്നുപോയ തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും മറന്നും ചെയ്തു പോയ തെറ്റുകൾ, ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപിയായ ഞാൻ നിന്നോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനകൾ നീ മായ്ച്ചു കളയണമേ. പകരം നീ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും എൻ്റെ അമലുകൾ, ഞാൻ ചെയ്തു പോയ അമലുകൾ ചെറുതും വലുതുമാവട്ടെ, അതെല്ലാം സ്വീകരിച്ചെനിക്ക് നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയുമായ സ്വർഗത്തിലൊരിടം നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരെയും നമ്മളെയും സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഇതിനെല്ലാം കാരണഭൂതമായ ഈ റമദാൻ
വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ റമദാൻ കഴിഞ്ഞതോടുകൂടി ഇനി അടുത്ത റമദാനിൽ കാണാമെന്ന് പറഞ്ഞ് സലാം ചൊല്ലി പോരേണ്ടവരാണോ നമ്മൾ? പണ്ഡിതന്മാർ റമദാനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം 3 വിഭാഗം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതെന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 ഇങ്ങനെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു റമദാൻ കൊണ്ട് തീരേണ്ടതല്ല നമ്മുടെ ഇബാദത്തുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, ഖുർആൻ പാരായണം, അതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ. ഇതെല്ലാം ഒരു റമദാനോടുകൂടി പെരുന്നാളിൻ്റെ അന്ന് പാമടക്കി വെക്കേണ്ടതല്ല എന്ന് ഖുർആൻ പറയുന്നു. പിന്നെയോ വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ മരണമെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. റമദാനിൽ പെരുന്നാളിൻ്റെ അന്ന് ചായയും സമൂസയും കഴിച്ച് പിരിയേണ്ടതല്ല, മറിച്ച് ഉറപ്പായ മരണമെത്തുന്ന ആ സമയം വരെയും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, റമദാൻ സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു. വിവിധങ്ങളായ ആരാധന കർമ്മങ്ങളിൽ നിരതരായിരുന്നു. നോമ്പിൻ്റെയും ജമാഅത്ത് നമസ്കാരത്തിൻ്റെയും രാത്രി നമസ്കാരത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഇഴ്തികാഫിൻ്റെയും സാമൂഹിക സേവനങ്ങളുമെല്ലാം നമ്മൾ മുൻപന്തിയിലായിരുന്നു. സത്യവിശ്വാസികൾ ഇതിലെല്ലാം ഉത്സാഹത്തോടെ നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ കഴിയുമ്പോൾ റമദാനിനെ വരവേറ്റ ആളുകളെ 3 വിഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം, ഈ 3 വിഭാഗവും കഴിയുമ്പോൾ നാം സ്വയം ഒന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, ഇതിൽ ഏത് വിഭാഗത്തിലായിരിക്കും നാം ഉൾപ്പെട്ടത് എന്ന്. അതിൽ ഒന്നാമത്തെ വിഭാഗം, ജീവിതത്തിൽ റമദാൻ അല്ലാത്തപ്പോഴും സൽക്കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠയുള്ളവരാണ്. അവർ റമദാനെന്നോ അല്ലാത്തപ്പോഴൊന്നുമില്ല, അവർ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളിൽ അവർ കൃത്യനിഷ്ഠയുള്ളവർ. ജമാഅത്ത് നമസ്കാരങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അവർ കൃത്യമായി പങ്കെടുക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയും റമദാനെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന് സൽക്കർമ്മങ്ങൾക്ക് മാറ്റുകൂട്ടുകയും റമദാൻ കഴിയുമ്പോൾ സ്നേഹസമ്പന്നനായ അതിഥി പോകുന്നതിൽ സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒന്നാമത്തെ വിഭാഗം. റമദാനിൽ നാം കളവ് പറയാറില്ലായിരുന്നു. പരമാവധി നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിച്ചിരുന്നു. കാണേണ്ടത് മാത്രമേ നമ്മൾ കാണുകയുള്ളായിരുന്നു. കാണേണ്ടാത്തതൊന്നും നമ്മൾ കാണില്ലായിരുന്നു. പറയേണ്ടാത്തതൊന്നും നമ്മൾ പറയാറില്ലായിരുന്നു. പ്രവർത്തിക്കേണ്ടത് മാത്രമേ നമ്മൾ പ്രവർത്തിച്ചിരുന്നു. ഒരു പരിച നമ്മുടെ ജീവിതത്തിൽ റമദാനിലൂടെ നമ്മൾ നേടിയിരുന്നു. പക്ഷെ റമദാൻ കഴിയുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നെല്ലാം തോന്നുന്നത് പറയുകയും തോന്നുന്നത് പ്രവർത്തിക്കുകയും തോന്നുന്നത് ചിന്തിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ ഈ ഒന്നാമത്തെ വിഭാഗത്തിലായിരിക്കില്ല നമ്മൾ എന്ന് മനസ്സിലാക്കുക. കാരണം റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ അവർ അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സൂക്ഷ്മത അവരുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ പാലിച്ചു കൊണ്ടിരുന്നു എന്നാണ്. രണ്ടാമത്തെ വിഭാഗം, ജീവിതത്തിലെ റമദാൻ വരുന്നതും പോകുന്നതും അറിയാത്തവരും റമദാനിനെ ബഹുമാനിക്കാതെ നന്മകളിലോ കർമ്മങ്ങളിലോ യാതൊരു മാറ്റവും ഇല്ലാത്തൊരു വിഭാഗമാണ്. നമുക്ക് പലപ്പോഴും പരിചയമുള്ള ആളുകളാണ് ഇവരെല്ലാം. അവർ റമദാൻ വരുന്നത് അറിയുന്നില്ല, പോകുന്നത് അറിയുന്നില്ല, തോന്നി അവരെങ്ങനെയാണോ അങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് റമദാനിനെ ബഹുമാനിക്കുകയും കഴിവിൻ്റെ പരമാവധി എല്ലാ നിലക്കും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടവരുമാണ്. ഹൃദയം കൊണ്ട് അവരെ ഏറ്റെടുത്തവരാണ്. നന്മകളിലും കർമ്മങ്ങളിലും ഉത്സാഹിച്ചവരാണ്. ഈ 3 വിഭാഗം ആളുകൾ പരിചയപ്പെടുത്തിയിട്ട് നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ റമദാൻ എന്താണ് നമുക്ക് നൽകിയത്? റമദാനിൽ വേണ്ട വിധത്തിൽ കഴിഞ്ഞ റമദാനിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞ റമദാനുകളെല്ലാം വേണ്ട വിധത്തിൽ എനിക്ക് ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിഞ്ഞുവോ? 30 ദിവസം നമ്മുടെ ജീവിതത്തിലൂടെ പെട്ടെന്ന് കടന്നുപോയി. ഈ 30 ദിവസവും നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിരുന്നുവോ? റമദാനും അല്ലാത്ത സമയം തമ്മിൽ 2 വ്യത്യാസമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, റമദാനിൽ പകലിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ജമാഅത്തായിട്ട് തറാവീഹ് നമസ്കരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഒരു മാറ്റവും റമദാൻ അല്ലാത്ത മാസവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. നോമ്പനുഷ്ഠിക്കുന്നു,
രാത്രി തറാവീഹ് ജമാഅത്തായിട്ട് നമസ്കരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും റമദാനിൽ അല്ലാത്തപ്പോഴും റമദാനിലും തുല്യമാണ്. നമ്മൾ കളവ് പറയാൻ പാടില്ല, കള്ളസത്യം ചെയ്യാൻ പാടില്ല, കക്കാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ അരുത് എന്ന് പറഞ്ഞതൊന്നും ചെയ്യാൻ പാടില്ല. റമദാനിലും അതെ, റമദാൻ അല്ലാത്തപ്പോഴും അതെ. നമസ്കരിക്കണം, ഫർദ് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കണം, പള്ളിയിൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞത് റമദാനിൽ അതെ, റമദാനിൽ അല്ലാത്തപ്പോഴും അതെ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ട് കാര്യങ്ങളാണ് റമദാനും അല്ലാത്ത മാസവും തമ്മിൽ വ്യത്യാസമുള്ളത്. റമദാനിൽ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി തറാവീഹ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു മാറ്റവുമില്ല. അപ്പൊ ഈ റമദാനിൽ നമ്മൾ സ്വയം മാറാമെന്ന് നമുക്ക് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയവരാണ്. കൃത്യമായി നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങൾ അവ്വൽ സഫിൽ തന്നെ പരമാവധി എത്തിച്ചേരുവാൻ, ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ പള്ളിയിലെത്തി സുന്നത്തുകൾ നമസ്കരിച്ച് ഇഖാമത്തിന് വേണ്ടി കാത്തിരുന്ന് ഇമാമോടൊപ്പം തക്ബീറത്തിൽ ഇഹ്റാമിനോടുകൂടി കൈകെട്ടി സലാം വീട്ടി വീണ്ടും നമ്മൾ ദുആയിലും ഇസ്തിഗ്ഫാറിലുമൊക്കെ നിലനിന്നവരാണ്. അങ്ങനെ ആകാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണ് നാം ഓരോരുത്തരും. റമദാനോടുകൂടി അത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ റമദാൻ നമ്മൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരുപാട് സംഭാവനകൾ, സദക്കകൾ ചെയ്തു. റമദാനിൽ അല്ലാത്തപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് സുന്നത്തും രാത്രി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി 2:30 മണിക്ക് നമ്മുടെ കിടക്കപ്പായയിൽ നിന്ന്, ബെഡിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ പേടിച്ച് ഉയർന്ന് എഴുന്നേറ്റ് വുളൂ ചെയ്ത് 2:30 മണിക്ക് 3:30 മണിക്കെല്ലാം നാം ജമാഅത്തായി അടുത്ത പള്ളിയിൽ പോയി വളരെയധികം ഖിറാഅത്തുകൾ ശ്രദ്ധിച്ച് അലിഫിന് ഫത്തഹാണോ കിസറാണോ എന്ന് പോലെ ശ്രദ്ധിച്ച് നമസ്കരിച്ചവരാണ്. റമദാനോട് കൂടി അത്തരം നമസ്കാരങ്ങൾ നിർത്താൻ പാടുണ്ടോ? അപ്പൊ റമദാനിൽ നമ്മൾക്ക് മാറ്റം വരുത്താൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം പൂർണ്ണമായി വരുത്തിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ആ ജീവിതം അടുത്ത 11 മാസത്തേക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിലാണ് നമ്മുടെ റമദാൻ നമ്മളിൽ ചെലുത്തിയ സ്വാധീനം. ഈ റമദാനിൽ നാം പുതുതായിട്ട് എന്ത് നേടി? ഏറ്റവും കുറഞ്ഞത് ഒരു ഖത്തമെങ്കിലും തീർത്തവരാണ് നമ്മളെല്ലാവരും. 2ഉം 3ഉം ഖത്തം തീർത്തവരുണ്ട്. ചില സഹോദരിമാരെല്ലാം 4ഉം 5ഉം ഖത്തം തീർത്തവരുണ്ട്. ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി അല്ലാതെ തന്നെ നമ്മൾ ഖുർആനിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും ഒക്കെ പഠിച്ചവരാണ്. അത് റമദാനിൽ നമ്മൾ ഒന്നും കൂടി വളരെയധികം എന്താ പറയാ, ഹൃദയബന്ധിതമായി സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി പഠിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തോടുകൂടി ഖുർആൻ നെഞ്ചോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹു ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ വസന്തമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. റമദാൻ കഴിഞ്ഞപ്പോൾ വസന്തം കരിഞ്ഞുടങ്ങി, സമ്മറായി പോയോ നമ്മുടെ ജീവിതത്തിൽ? എങ്കിൽ നാം ചിന്തിക്കുക. ഇനി മുൻകഴിഞ്ഞ റമദാനുകളിൽ നിന്നും ഈ റമദാൻ നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ഖുർആൻ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? സുന്നത്തുകൾ അനുഷ്ഠിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റങ്ങൾക്ക് ഈ റമദാൻ കാരണമായിട്ടുണ്ട് എന്ന് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തോട് നമ്മോട് തന്നെ ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആയത്ത് ഓതിയത്, റമദാനോടുകൂടി ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞത് വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം ആസന്നമാകുന്നത് വരെ നീ അള്ളാഹുവിന് വേണ്ടി നിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുക. റമദാൻ എന്നുള്ളത് നിനക്ക് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അത് ആവോളം ആസ്വദിക്കുവാനും കോരിക്കുടിക്കുവാനുമുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അത് നീ ഏറ്റവും നന്നായ രൂപത്തിൽ മാന്യമായി അതിനോട് മാന്യത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ്. അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇനി ഒരൊറ്റ ചോദ്യം കൂടിയാണ്. ഈ കഴിഞ്ഞ റമദാൻ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സാക്ഷിയായി നിൽക്കുമോ എതിരായി നിൽക്കുമോ? നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹാദ ശഹറ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന. പടച്ചവനെ, പരിശുദ്ധമായ ഈ റമദാൻ മാസം ഞങ്ങൾക്ക് നീ സാക്ഷിയാകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കെതിരായിട്ട് റമദാൻ വന്നിട്ട് ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, റമദാനിൽ യാതൊരു സൽക്കർമ്മങ്ങളും ചെയ്യാത്ത പടുവിഡ്ഢികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്ത റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റമദാനിന് ശേഷവും ഈ റമദാനിന്റെ ചൈതന്യം നിരന്തരമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിലനിർത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് നേരത്തെ സലഫുസ് സാലിഹീങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അവര് ഈ
പ്രാർത്ഥന മനസ്സിലാക്കിയതും ജീവിതത്തിൽ പകർത്തിയത് മഹാനായ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമ രണ്ടുപേരും കഅബ പടുത്തുയർത്തിയിട്ട് അവർ പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തു, നിന്റെ നിർദ്ദേശപ്രകാരം കഅബ പടുത്തുയർത്തി. അല്ലാഹുവേ, ഈ സൽക്കർമ്മം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന മുൻനിർത്തിയാണ് സലഫുസ്വാലിഹീങ്ങൾ റമദാനിലെ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം ആകെത്തുകയായിട്ട് അല്ലാഹുവിനോട് അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅനാ വസലാത്തനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വസായിരി അഅമാലിനാ എന്നെല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ റുക്കൂ, ഞങ്ങളുടെ സുജൂദ്, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. ഈ പട്ടിണി കിടന്നത് വെറുതെ ആക്കരുത്, രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് വെറുതെ ആക്കരുത്. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് നിന്നോട് പ്രാർത്ഥിച്ചതെന്നും നീ വെറുതെ ആക്കി കളയരുത് തമ്പുരാനെ എന്ന് എല്ലാ മനുഷ്യരും നാമും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. റമദാൻ കഴിഞ്ഞിട്ട് ഇന്ന് ശവ്വാൽ 12ാമത്തെ ദിവസമാണ്. ഈ 12 ദിവസവും നമ്മൾ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. റമദാനിൽ അതേ ശീലങ്ങൾ നമ്മൾ തുടർന്നിട്ടുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. ഇല്ലെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രാർത്ഥനകൾ, ഈ നിരന്തരമായ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, റമദാനിൻ്റെ ചൈതന്യം നിലനിർത്തുക എന്നുള്ളതാണ്. ഖുർആൻ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയുടെ ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഉപമ, അവർ നല്ല കമ്പിളി പുതപ്പുണ്ടാക്കും, വളരെ ഭംഗിയേറിയ കമ്പിളിപ്പുതപ്പ് വളരെ കഷ്ടപ്പെട്ട് നൂല് നൂർത്ത് കുനിഞ്ഞിരുന്നിങ്ങനെ സൂചിയും നൂലും കോർത്ത് വളരെ ഭംഗിയുള്ള കമ്പിളിപ്പുതപ്പ് ഉണ്ടാക്കും. ഈ കമ്പിളിപ്പുതപ്പ് അതിൻ്റെ ഭംഗിയിലും രൂപത്തിലുമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ കമ്പിളിപ്പുതപ്പ് കൈകൊണ്ട് വലിച്ചു കീറിപ്പറിച്ച് എല്ലാം കൂടി നിഷ്ഫലമാക്കി കളയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ പോലെ ആകരുതെന്നാണ് ഖുർആൻ എല്ലാ സത്യവിശ്വാസികളോടും ഉണർത്തിയിട്ടുള്ളത്. കാരണം റമദാനിലെ സൽക്കർമ്മങ്ങൾ, ഞാൻ രാവിലെയും നോമ്പ് അനുഷ്ഠിക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്ത് 30 ദിവസം നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് അതിനുശേഷം നേരത്തെ പറഞ്ഞ ഖുർആൻ പറഞ്ഞ സ്ത്രീ, അതിൻ്റെ സ്ത്രീ ഞാൻ കാണിച്ചു തരാം. ആ സ്ത്രീയെ പോലെ നല്ല ഭംഗിയുള്ള പരവതാനി ഉണ്ടാക്കിയിട്ട് നല്ല പരവതാനി ഉണ്ടാക്കിയിട്ട് അത് പാരമ്യത്തിലെത്തി, അതിൻ്റെ പരിപൂർണതയിലെത്തി സന്തോഷകരമായി നമ്മളെ ഉണർത്തുന്നുണ്ട്. റമദാനിൽ നേടിയ ചൈതന്യം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുൻഗാമികളായ എല്ലാ ആളുകളുടെയും ജീവിതചര്യ. മാത്രമല്ല, അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹു അത് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അവർക്കൊരു ബേജാറുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. ഖുർആൻ പറയും, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. രക്ഷിതാവിങ്കിലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാണ് അവർ. ചുരുക്കി പറഞ്ഞാൽ അവരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു പേടിയുണ്ടായിരുന്നു, അല്ലാഹുവേ ഇത് അള്ളാഹു സ്വീകരിക്കുമോ, ഞാൻ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ വെറുമൊരു മുഫ്ലിസായി പോകുമല്ലോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും പ്രാർത്ഥന നമ്മൾ കേട്ടു. അവർ ഓരോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ അവസാനം അവരിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന്. അപ്പോൾ റമദാനിലെ എല്ലാവിധ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിഷിദ്ധമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും സംസാരിക്കുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ട് അത് നമ്മൾ തെളിയിച്ചതുമാണ്. ഇനി റമദാൻ കഴിഞ്ഞാൽ ഈ തിന്മകളിലേക്ക് തിരിയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം, കഴിയണം. വീണ്ടും തിന്മകളിലേക്കും തെറ്റുകളിലേക്കും വ്യാപൃതരാവുകയാണെങ്കിൽ റമദാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങൾ പാഴായി പോകാൻ സാധ്യതയുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 92ാമത്തെ ആയത്തിലാണ് നാം നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്ന്, വലാ തകൂനു
നിങ്ങൾ ആരും ഒരിക്കലും ആയിത്തീരരുത് കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥൻ. നല്ല ഭംഗിയുള്ള നൂൽ കൊണ്ട് പരവതാനിയോ വസ്ത്രമോ എല്ലാം നെയ്ത് വളരെ ഭംഗിയുള്ള ഒരു വിരിപ്പോ അല്ലെങ്കിൽ പരവതാനി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പരിപൂർണതയിലെത്തിക്കഴിയുമ്പോൾ അത് ഓരോന്ന് ഇഴവിരിച്ച് പറിച്ച് കളയുന്ന ഒരു രൂപത്തിലുള്ള സ്ത്രീയെ പോലെ ആകരുതെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഇനി നമ്മുടെ റമദാൻ നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പെട്ട അടയാളമാണ് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ നന്മയെ പിന്തുടരുന്നുണ്ടോ എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈദ്ഗാഹ് കഴിഞ്ഞതിന് ശേഷം ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല എങ്കിൽ, സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ, ഒരു പേജെങ്കിലും ഖുർആൻ നമ്മൾ ഒരു ദിവസം പാരായണം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ റമദാൻ കൊണ്ട് നമുക്ക് മാറ്റം വന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നന്മകൾ കൊണ്ട് നമ്മുടെ റമദാനിൽ കളവ് പറയാറില്ലായിരുന്നു, കണ്ണുകൊണ്ട് നമുക്ക് ഹറാമാക്കപ്പെട്ട ഒന്നും നമ്മൾ കാണാറില്ലായിരുന്നു, കൈകൊണ്ട് ഹറാമാക്കപ്പെട്ട ഒന്നും ചെയ്യാറില്ലായിരുന്നു. റമദാൻ എങ്ങനെയെങ്കിലും തീരട്ടെ ഇതൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത ആ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ആ റമദാൻ കൊണ്ട് നമുക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ കാണാത്തതൊന്നും ഷവ്വാലിലും മറ്റു മാസങ്ങൾ നമ്മൾ കാണുന്നില്ല എങ്കിൽ റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി റമദാൻ സ്വീകരിച്ചോ ഇല്ലേ എന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ചോ നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും എങ്ങനെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കൂനു റബ്ബാനിയൻ വലാ തകൂനു റമദാനിയൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളെന്ന നിലക്ക് അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ വേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാകണം. വലാ തകൂനു റമദാനിയൻ. റമദാൻ മാസത്തിൽ മാത്രം RSP എന്ന് നമ്മുടെ നാട്ടിൽ അവർ പറഞ്ഞു റമദാൻ സ്പെഷ്യൽ പാർട്ടികൾ ആവരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അവിടെയും ഖുർആൻ ഉണർത്തിയൊരു കാര്യം ഒന്നുകൂടി ഞാൻ ഉണർത്താൻ ആലോചിക്കുകയാണ്. വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണമെന്ന സുനിശ്ചിതമായ കാര്യം എത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ നമ്മളോട് ഉണർത്തുന്നു. റമദാനിന് ശേഷവും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ ക്ലാസിൻ്റെ ആകത്തുക ഈ ബോർഡാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഏകദേശം 30 മിനിറ്റോളം ഞാൻ പറഞ്ഞതിൻ്റെ ഈ ക്ലാസിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞ ഇതാണ്. ഒരു പള്ളിയിലുള്ള ബോർഡാണ് ഈ കണ്ടത്. റമദാൻ കഴിഞ്ഞാലും പള്ളിയിൽ നിസ്കാരമുണ്ട്. അപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ റമദാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ദഹബൽ ലുയൂഫ് വ ബക്കൽ അഹൽ. റമദാനിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന പള്ളിയിൽ സുബൈക്ക് ഈ അവസ്ഥയാണ്. ഒരു സഫ് കഷ്ടിയുള്ളൂ. നേരത്തെ 2.5-3 സഫുകൾ ഉണ്ടായിരുന്നു സുബൈക്കൊക്കെ. സുബൈ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ആളായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ തറാവീഹിന് വന്നിട്ട് സുഹൂറിനൊന്നും പോകാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതേ അവസ്ഥയാണ് ആ പള്ളിയിൽ. അതിന് ഈ പറഞ്ഞ അറബിയുടെ അർത്ഥം ദഹബൽ ലുയൂഫ്, അതിഥികൾ പോയി. റമദാൻ ഉൾപ്പെടെ അതിഥികൾ പോയി. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് അതിഥികൾ വരുള്ളൂ. പിന്നെ ബക്കിൽ അഹൽ, ആ വീട്ടുകാർ മാത്രം, അതായത് സ്ഥിരമായിട്ടുള്ള ആ വീട്ടുകാർ മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൻ്റെ രത്നച്ചുരുക്കമാണ് ഈ 2 സ്ലൈഡുകൾ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് റമദാൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്നും ആ റമദാൻ കൊണ്ട് നമുക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അത് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും ചുരുക്കമായ ഒരു വിവരമാണ് നിങ്ങളോടൊപ്പം നമ്മൾ ചർച്ച ചെയ്ത. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ റമദാനിൻ്റെ ചൈതന്യം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാം ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ ദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം മറന്നുകൊണ്ടും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിൽ നാം നേടിയ ചൈതന്യം ജീവിതത്തിൻ്റെ അടുത്ത റമദാൻ വരെ എത്തിച്ച് നിലനിർത്തി തരുവാൻ, ഇസ്തിഖാമത്ത് നൽകുവാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം പ്രാർത്ഥിക്കുക. കാരണം ഓരോ റമദാനും നമ്മളെ പരിശുദ്ധപ്പെടുത്തിയാണ്. 916 സ്വർണം പോലെ നമ്മളുടെ മാറ്റ് ഓരോ റമദാനും വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് റമദാനുകളിൽ
പങ്കെടുക്കുവാൻ, എത്തിച്ചേരുവാൻ, അമലുകൾ അനുഷ്ഠിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാട്ടിലും നാം ജനിച്ചു വളർന്ന നാട്ടിലും അള്ളാഹു നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പല ആളുകൾ ഇപ്പോൾ പല വിധത്തിലുള്ള തീരുവച്ചുങ്കവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു കുട്ടി പ്രാർത്ഥിച്ചു, ഇതിലും വലിയ ആളായിരുന്നു ഫിറോൻ, ഉപരി വെള്ളത്തിൽ വീണു, നീന്താൻ പോലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലക്ക് മുകളിൽ കത്തി നിൽക്കുന്ന ഒരുപാട് പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലെല്ലാം ശാന്തിയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെ സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, നമ്മളെ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഹിയായ ജീവിതം ഏറ്റവും ഹൈറാക്കുകയും അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ വനഊദു ബിക മിനൻ നാരി വമാ യുഖർരിബു ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إلينا معادنا. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. وصلى الله على خير خلقه محمد صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.